നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ വിൽക്കുന്ന ആളുകളായിരിക്കും, കൊടുക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ സാധനങ്ങളും സേവനങ്ങളൊക്കെ വീണ്ടും ആളുകൾ വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകളും സേവനങ്ങളൊക്കെ ആളുകൾ വീണ്ടും വാങ്ങും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ ആളുകൾ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ സേവനത്തിനെ ആളുകൾ ഇഷ്ടപ്പെടണം എന്നാണ്. ഇപ്പം നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോണുകൾ അല്ലെങ്കിൽ ഏത് തരം ഉൽപ്പന്നങ്ങളാണെങ്കിലും ആദ്യം നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സേവനത്തിനെ ആദ്യം ആളുകൾ ഇഷ്ടപ്പെടണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റുകളോ സേവനങ്ങളോ കൊടുക്കുന്ന ആംബിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഡെലിവറി ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രോഡക്റ്റ് മാത്രം നന്നായ പോരാ, അതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമ്മൾ കൊടുക്കുന്ന ആംബിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എൻവയോൺമെന്റ് അടിപൊളി ആവണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ വിതരണം ചെയ്യുന്നത് ആരാണോ, സെയിൽസ് നടത്തുന്നത് ആരാണോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ആരാണോ, അവരെ കൂടി ഇഷ്ടപ്പെടണം, അവരുടെ അപ്പിയറൻസ് ഇഷ്ടപ്പെടണം, അവരുടെ സംസാരം ഇഷ്ടപ്പെടണം. കാരണം ഇവരൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകളും സേവനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങാനുള്ള ചാൻസ് കൂടും.